അസ്സലാമലൈക്കും. പുതിയൊരു ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന്. വളരെ ചെറിയ വീഡിയോ ആണ്. ഇന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2-3 മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലത്തെ മാങ്ങ തന്നെ കേട്ടോ. അത് ഓരോന്നായിട്ട് വീണുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ ഓരോന്ന് കിട്ടുമ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ തൈര് മേടിച്ചിട്ട് വരാൻ ആർക്കും വയ്യ. അപ്പം ഞാൻ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് നമ്മുടെ ജമീലാത്താടെ കയ്യിൽ നിന്ന് കുറച്ച് തൈരൊക്കെ വാങ്ങിച്ചപ്പോൾ മാങ്ങ ഒക്കെ ഉണ്ടാക്കി പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കി വെക്കിയപ്പോൾ മോര് എന്തോ പാലിൻ്റെ ചുവ എടുക്കുക, പുളി കുറവാണ്. അപ്പോൾ പിന്നെ അത് കഴിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ തുടക്കമാണ് ഈ കാണുന്നത്. മാങ്ങയുടെ തൊലി കളയണതും ഉണ്ടാക്കണതും ഒക്കെയാണ് കേട്ടോ കാണുന്നത്. നമ്മൾ ഉണ്ടാക്കാറൊന്നുമില്ല ഇങ്ങനത്തെ മാങ്ങ കിട്ടിയപ്പോൾ പിന്നെ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് 4 മാങ്ങ ആയി കഴിഞ്ഞാൽ 4 പേർക്ക് ഓരോന്ന് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ 4 എണ്ണം ആവണ വരെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നോക്കിയപ്പോൾ എനിക്കത് ഇഷ്ടമായില്ല, ആർക്കും ഇഷ്ടമായില്ല. വെറുതെ അതെല്ലാം വേസ്റ്റായി. നമ്മുടെ തേങ്ങയും പോയി, മാങ്ങയും പോയി, എല്ലാം പോയി കേട്ടോ. അപ്പോൾ പിന്നെ ആ മോരൊഴിച്ചപ്പോൾ മോര് നമ്മൾ കൂട്ടി നോക്കിയിട്ട് ഒഴിച്ചാൽ മതിയായിരുന്നു, അത് ചെയ്തില്ല. അപ്പോൾ അതെല്ലാം ഫ്ലോപ്പായിപ്പോയി. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. പിന്നെ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ 2 ദിവസം മുന്നേ. അപ്പോൾ അതിന് കുറച്ച് എടുത്തിട്ട് ഞാനൊന്ന് വറുത്തതാണ്. ചിക്കൻ മേടിച്ചതിൻ്റെ ഒരു ചിരിയാണ് കേട്ടോ കുഞ്ഞുവിൻ്റെ മുഖത്തുള്ളത്. നമ്മൾ കുറേ നാളായല്ലോ വാങ്ങിയിട്ട്. അപ്പോൾ കുട്ടികൾ തൊയ്യം തരുന്നില്ല, വാങ്ങിക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിച്ചതാട്ടോ. അപ്പോൾ പിന്നെ ചിക്കൻ വറക്കുമ്പോഴും അതിൻ്റെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഒരു അടുക്കളയിൽ ഉണ്ടാവും കേട്ടോ. അത് കഴിച്ചാലാ പിന്നെ അടുക്കളയിൽ നിന്ന് പോവുള്ളൂ കേട്ടോ. അതൊക്കെ ഞാനിങ്ങനെ പറയുമായിരുന്നു കുഞ്ഞുവിൻ്റെ അടുത്ത്. ഇത് ഉണ്ടാക്കി കഴിച്ചാലല്ലേ അവിടെ നിന്ന് പോവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കട്ടെ. പിന്നെ എന്താ പറയുക, അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ മുടിയൊന്ന് വെട്ടാണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരെ രണ്ടുപേരെയും കൊണ്ടിട്ട് മുടി വെട്ടിക്കാൻ പോയിട്ട് അപ്പോൾ അച്ചുട്ടിൻ്റെ മുടി വെട്ടി കഴിഞ്ഞു. അപ്പോൾ ആ കുഞ്ഞുവിൻ്റെ മുടിയാണ് വെട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഗോപിയേട്ടൻ്റെ കടയിലാണ് നമ്മൾ സ്ഥിരമായിട്ട് പോവാറ്. ഗോപിയേട്ടൻ നമ്മുടെ അടുത്ത വീട്ടിലത്തെ ചേട്ടൻ കേട്ടോ. അപ്പോൾ ആ മുടിയൊക്കെ വെട്ടൽ കഴിഞ്ഞ് പിന്നെ നമ്മുടെ കരാറൊന്ന് പുതുക്കണമായിരുന്നു നമ്മുടെ വാടക വീട്ടിലത്തെ. അപ്പോൾ അതിനൊക്കെ പോയി. അതൊക്കെ കഴിഞ്ഞാൽ 2 ദിവസമൊന്നും വീഡിയോ ഇടാതിരുന്നത് വടക്കാഞ്ചേരിക്കൊക്കെ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.